ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താൻ ലക്ഷ്യമിട്ട് സിപിഐഎം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മലബാർ കേന്ദ്രീകരിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തും. അതേസമയം ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ചുള്ള NSS നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് BJP കോൺഗ്രസ് ക്യാമ്പുകൾ. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് റോഷിപാൽ. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വിജയമാണെന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അതിന് പിന്നാലെ അടുത്ത നീക്കം എന്നുള്ളത് മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യം ആണ് CPM മുന്നോട്ട് വെക്കുന്നത്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ആഗോള അയ്യപ്പ സംഗമത്തിന് വലിയ ജനപിന്തുണ ലഭിച്ചു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇന്നലെ ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. പലസ്തീൻ ഐക്യദാർഢ്യ സംഗമമാണ്. അത് മലബാറിലാണ് സംഘടിപ്പിക്കുന്നത്. CPM ദേശീയ വ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലും പരിപാടി എന്നാണ് വിശദീകരണമെങ്കിലും അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം അത് കേരളത്തിൽ ഒരുപക്ഷെ മറ്റു മുസ്ലിം സംഘടനകൾ പോലും സംഘടിപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ CPM നേതൃത്വം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ 29-ന് ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പങ്കെടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സംസ്ഥാനത്ത് വ്യാപകമായി ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റു മുസ്ലിം സംഘടനകളൊന്നും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു CPM എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആ നീക്കത്തിന്റെ പ്രസക്തിയും വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് പുതിയ നീക്കവുമായി CPM രംഗത്തെത്തുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മലബാർ കേന്ദ്രീകരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനാണ് നീക്കം. വിശദാംശങ്ങളാണ് ആർ റോഷിപാൽ നൽകിയത്.